ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഇൻഫോ ടോക്ക് ഷോ. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് JRC എക്സാം റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സ് ആണ്. അപ്പോൾ JRCയുമായി ബന്ധപ്പെട്ട JRC എക്സാമിന് ചോദിക്കുന്ന കുറച്ച് ചോദ്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. വീഡിയോ നിങ്ങൾ മുഴുവനായിട്ടും കാണണം, നിങ്ങൾക്ക് എന്തായാലും യൂസ്ഫുൾ ആവുന്നതായിരിക്കും. JRCയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ അടങ്ങിയ വീഡിയോസ് നമ്മൾ ഓൾറെഡി നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ആ വീഡിയോസ് കണ്ടിട്ടില്ലെങ്കിൽ നിർബന്ധമായും കാണണം. പ്രധാനപ്പെട്ട ബേസിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഉൾപ്പെടുത്തി തയ്യാറാക്കിയ വീഡിയോസ് ആണ്. കണ്ടിട്ടില്ലെങ്കിൽ നിർബന്ധമായും കാണുക കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് നമുക്ക് കടക്കാം. അതിനു മുൻപ് നിങ്ങൾ ആദ്യമായിട്ട് ഈ ഒരു ചാനൽ കാണുന്ന ആളാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്ന ഒരുപാട് വീഡിയോസ് ഇനിയും ലഭിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് ഓരോ ചോദ്യങ്ങളായിട്ട് നോക്കാം. ആദ്യത്തെ ചോദ്യം നോക്കിക്കോളൂ. എത്ര അംഗങ്ങളുള്ള മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങളടങ്ങിയ ബോഡിയാണ് ദേശീയ റെഡ് ക്രോസ് സൊസൈറ്റിയുടെ ഭരണ ചുമതല നിർവഹിക്കുന്നത്? ഉത്തരം 12 അംഗങ്ങൾ. രണ്ടാമത്തെ ചോദ്യം ഇതാണ്. ഡൈനാമിറ്റ് രാജാവ് എന്നറിയപ്പെടുന്നത് ആര്? ഡൈനാമിറ്റ് രാജാവ് എന്നറിയപ്പെടുന്നത് ആര്? ഉത്തരം വരുന്നത് ആൽഫ്രഡ് നോബൽ. ഡൈനാമിറ്റ് രാജാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? ആൽഫ്രഡ് നോബൽ. മൂന്നാമത്തെ ചോദ്യം ഇതാണ്. ജീൻ ഹെൻറി ഡ്യൂനന്റ് സ്വിറ്റ്സർലൻഡിലെ ഏതു ഗ്രാമത്തിലാണ് അജ്ഞാതവാസം നയിച്ചത്? ജീൻ ഹെൻറി ഡ്യൂനന്റ് സ്വിറ്റ്സർലൻഡിലെ ഏത് ഗ്രാമത്തിലാണ് അജ്ഞാതവാസം നയിച്ചത്? ഉത്തരം ഹെയ്ഡൻ. നാലാമത്തെ ചോദ്യം നോക്കിക്കോളൂ. ഗാന്ധിജി ഏത് യുദ്ധത്തിലാണ് റെഡ് ക്രോസ് വോളണ്ടിയറായി സേവനം അനുഷ്ഠിച്ചത്? ഗാന്ധിജി ഏത് യുദ്ധത്തിലാണ് റെഡ് ക്രോസ് വോളണ്ടിയറായി സേവനം അനുഷ്ഠിച്ചത്? ഉത്തരം വരുന്നത് ബോബർ യുദ്ധം. ബോബർ യുദ്ധത്തിലാണ് റെഡ് ക്രോസ് വോളണ്ടിയറായി ഗാന്ധിജി സേവനമനുഷ്ഠിച്ചത്. അഞ്ചാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ഗാന്ധിജി യുദ്ധരംഗത്ത് വോളണ്ടിയറായി ഏതു രൂപത്തിലാണ് പ്രവർത്തിച്ചത്? ഗാന്ധിജി ബോബർ യുദ്ധത്തിൽ റെഡ് ക്രോസ് വോളണ്ടിയറായി സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഏത് രൂപത്തിലാണ് അദ്ദേഹം പ്രവർത്തിച്ചത് എന്നാണ് ചോദ്യം. ഉത്തരം വരുന്നത് സ്ട്രക്ചർ വാഹകൻ. സ്ട്രക്ചർ വാഹകനായാണ് ബോബർ യുദ്ധരംഗത്ത് അദ്ദേഹം പ്രവർത്തിച്ചത്. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. ആറാമത്തെ ചോദ്യം ഇതാണ്. ദേശീയ റെഡ് ക്രോസ് മാനേജ്മെൻറ്റ് കമ്മിറ്റിയിൽ നിന്ന് എത്ര അംഗങ്ങളെയാണ് എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലേക്ക് തിരഞ്ഞെടുത്തത്? ദേശീയ റെഡ് ക്രോസ് മാനേജ്മെൻറ്റ് കമ്മിറ്റിയിൽ നിന്ന് എത്ര അംഗങ്ങളെയാണ് എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലേക്ക് തിരഞ്ഞെടുത്തത്? ഉത്തരം 5 അംഗങ്ങളെ. എത്ര അംഗങ്ങളെയാണ്? 5 അംഗങ്ങളെ. അടുത്ത ചോദ്യം ഇതാണ്. ലോക ക്യാൻസർ ദിനം എന്നാണ്? ലോക ക്യാൻസർ ദിനം എന്നാണ്? ഉത്തരം ഇതാണ് ഫെബ്രുവരി 4. ലോക ക്യാൻസർ ദിനം എന്നാണ് ഫെബ്രുവരി 4-നാണ്. എട്ടാമത്തെ ചോദ്യത്തിലേക്ക് കടക്കുന്നു. പെട്രോൾ ചിലവ് കുറഞ്ഞ ഗിയർ ഏതാണ്? പെട്രോൾ ചിലവ് കുറഞ്ഞ ഗിയർ ഏതാണ്? ഉത്തരം വരുന്നത് ടോപ്പ് ഗിയർ. പെട്രോൾ ചിലവ് കുറഞ്ഞ ഗിയർ ഏതാണ്? ടോപ്പ് ഗിയർ ആണ്. ഒമ്പതാമത്തെ ചോദ്യം. മനുഷ്യ ഹൃദയത്തിന് എത്ര അറകൾ ഉണ്ട്? മനുഷ്യ ഹൃദയത്തിന് എത്ര അറകൾ ഉണ്ട്? ഉത്തരം വരുന്നത് 4. മനുഷ്യ ഹൃദയത്തിന് എത്ര അറകളാണുള്ളത്? 4 അറകളാണ് ഉള്ളത്. ഓക്കെ, പത്താമത്തെ ചോദ്യം ഇതാണ്. മനുഷ്യ ശരീരത്തിൽ എത്ര ജോഡി വാരിയെല്ലുകളാണ് ഉള്ളത്? മനുഷ്യ ശരീരത്തിൽ എത്ര ജോഡി വാരിയെല്ലുകളാണുള്ളത്? ഉത്തരം 12 ജോഡി. മനുഷ്യ ശരീരത്തിൽ 12 ജോഡി വാരിയെല്ലുകളാണ് ഉള്ളത്. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. 11ാമത്തെ ചോദ്യം ഇതാണ്. സംസ്ഥാന റെഡ് ക്രോസിൻ്റെ പ്രസിഡന്റ് ആര്? സംസ്ഥാന റെഡ് ക്രോസിൻ്റെ പ്രസിഡന്റ് ആരാണ്? ഉത്തരം മുഖ്യമന്ത്രിയാണ്. സംസ്ഥാന റെഡ് ക്രോസിൻ്റെ പ്രസിഡന്റാണ് മുഖ്യമന്ത്രി. ഓക്കെ, 12ാമത്തെ ചോദ്യം ഇതാണ്. അന്താരാഷ്ട്ര റെഡ് ക്രോസിൻ്റെ ആസ്ഥാനം ഏത് രാജ്യത്താണ്? അന്താരാഷ്ട്ര റെഡ് ക്രോസിൻ്റെ ആസ്ഥാനം ഏത് രാജ്യത്താണ്?
ഉത്തരം വരുന്നത് സ്വിറ്റ്സർലൻഡ്. അന്താരാഷ്ട്ര റെഡ് ക്രോസിൻ്റെ ആസ്ഥാനം ഏതു രാജ്യത്താണ്? സ്വിറ്റ്സർലൻഡിലാണ്. 13ാമത്തെ ചോദ്യം ഇതാണ്. JRC യൂണിറ്റിൻ്റെ ചുമതലയുള്ള ആളിനെ എന്താണ് വിളിക്കുക? JRC യൂണിറ്റിൻ്റെ ചുമതലയുള്ള ആളിനെ എന്താണ് വിളിക്കുക? ഉത്തരം കൗൺസിലർ. JRC യൂണിറ്റിൻ്റെ ചുമതലയുള്ള ആളിനെ എന്താണ് വിളിക്കുക? കൗൺസിലർ എന്നാണ് വിളിക്കുന്നത്. അടുത്ത ചോദ്യം നോക്കിക്കോളൂ. 14ാമത്തെ ചോദ്യം ഇതാണ്. JRC മോട്ടോ എന്താണ്? JRC മോട്ടോ എന്താണ്? ഉത്തരം സേവനം. JRCയുടെ മോട്ടോ എന്താണ്? സേവനമാണ് JRCയുടെ മോട്ടോ. 15ാമത്തെ ചോദ്യം ഇതാണ്. മലയാളക്കരയിലെ ആദ്യ മോഡൽ JRC യൂണിറ്റ് ഏത് ജില്ലയിൽ പ്രവർത്തിക്കുന്നു? മലയാളക്കരയിലെ ആദ്യ മോഡൽ JRC യൂണിറ്റ് ഏത് ജില്ലയിൽ പ്രവർത്തിക്കുന്നു? ഉത്തരം കൊല്ലം. മലയാളക്കരയിലെ ആദ്യ മോഡൽ JRC യൂണിറ്റ് കൊല്ലം ജില്ലയിലാണ് പ്രവർത്തിക്കുന്നത്. 16ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. കാൽനടക്കാരൻ റോഡിൻ്റെ ഏത് വശത്തുകൂടി യാത്ര ചെയ്യണം? കാൽനടക്കാരൻ റോഡിൻ്റെ ഏത് വശത്തുകൂടി യാത്ര ചെയ്യണം? ഉത്തരം വലതുവശത്തുകൂടി. കാൽനടക്കാരൻ റോഡിൻ്റെ വലതുവശത്തുകൂടെയാണ് യാത്ര ചെയ്യേണ്ടത്. ഓക്കെ, 17ാമത്തെ ചോദ്യം ഇതാണ്. റെഡ് ക്രോസിൻ്റെ അന്തർദേശീയ സമിതിക്ക് നോബൽ സമ്മാനം ലഭിച്ച വർഷം? റെഡ് ക്രോസിൻ്റെ അന്തർദേശീയ സമിതിക്ക് നോബൽ സമ്മാനം ലഭിച്ച വർഷം ഏതാണ്? ഉത്തരം ഇതാണ്. 1944. റെഡ് ക്രോസിൻ്റെ അന്തർദേശീയ സമിതിക്ക് നോബൽ സമ്മാനം ലഭിച്ച വർഷമാണ് 1944. അടുത്ത ചോദ്യം നോക്കിക്കോളൂ. NSS എന്നതിൻ്റെ പൂർണ്ണരൂപം എന്താണ്? NSS എന്നതിൻ്റെ പൂർണ്ണരൂപം എന്താണ്? ഉത്തരം വരുന്നത് നാഷണൽ സർവീസ് സ്കീം. NSS എന്നതിൻ്റെ പൂർണ്ണരൂപം നാഷണൽ സർവീസ് സ്കീം. എല്ലാ എക്സാമിനും ചോദിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട ചോദ്യമാണ്. NSSൻ്റെ പൂർണ്ണരൂപം നാഷണൽ സർവീസ് സ്കീം. അടുത്ത ചോദ്യം. IRCS എന്നതിൻ്റെ പൂർണ്ണരൂപം എന്താണ്? IRCS എന്നതിൻ്റെ പൂർണ്ണരൂപം എന്താണ്? ഉത്തരം വരുന്നത് ഇന്ത്യൻ റെഡ് ക്രോസ് സൊസൈറ്റി. എന്താണ്? ഇന്ത്യൻ റെഡ് ക്രോസ് സൊസൈറ്റി. പ്രധാനപ്പെട്ടതാണ് ഇവയും. IRCS എന്നാൽ ഇന്ത്യൻ റെഡ് ക്രോസ് സൊസൈറ്റി എന്നാണ് പൂർണ്ണരൂപം. അടുത്തത് YRC എന്നതിൻ്റെ പൂർണ്ണരൂപം എന്താണ്? YRC എന്നതിൻ്റെ പൂർണ്ണരൂപം എന്താണ്? ഉത്തരം ഇതാണ്. യൂത്ത് റെഡ് ക്രോസ്. YRC എന്നതിൻ്റെ പൂർണ്ണരൂപം യൂത്ത് റെഡ് ക്രോസ്. ഓർത്തു വെക്കുക കേട്ടോ. YRC യൂത്ത് റെഡ് ക്രോസ്. അവസാനത്തെ ചോദ്യം ഇതാണ്. ICRC എന്നതിൻ്റെ പൂർണ്ണരൂപം എന്താണ്? ICRC എന്നതിൻ്റെ പൂർണ്ണരൂപം എന്താണ്? ഉത്തരം ഇന്റർനാഷണൽ കമ്മിറ്റി ഓഫ് റെഡ് ക്രോസ്. എന്താണ്? ഇന്റർനാഷണൽ കമ്മിറ്റി ഓഫ് റെഡ് ക്രോസ്. ICRC എന്നാൽ ഇന്റർനാഷണൽ കമ്മിറ്റി ഓഫ് റെഡ് ക്രോസ്. അപ്പോൾ ഈ പൂർണ്ണ രൂപങ്ങളെല്ലാം നിങ്ങൾ പഠിച്ചു വെക്കുക കേട്ടോ. അപ്പോൾ ഇനിയുള്ളത് നിങ്ങൾക്കായുള്ള സ്പെഷ്യൽ ക്വസ്റ്റ്യൻ ആണ്. ചോദ്യം നോക്കിക്കോളൂ. ഗാന്ധിജി ഏത് യുദ്ധത്തിലാണ് റെഡ് ക്രോസ് വോളണ്ടിയറായി സേവനം അനുഷ്ഠിച്ചത്? ഗാന്ധിജി ഏത് യുദ്ധത്തിലാണ് റെഡ് ക്രോസ് വോളണ്ടിയറായി സേവനം അനുഷ്ഠിച്ചത്? അപ്പോൾ എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരു ചോദ്യമാണ്. അപ്പോൾ ഉത്തരം എന്ത് ചെയ്യുക? നിങ്ങൾ കമൻറ്റ് ബോക്സിലേക്ക് രേഖപ്പെടുത്തുക. എക്സാമിന് ചോദിച്ചിട്ടുള്ളതാണ്, ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ പഠിച്ചു വെക്കുക. അപ്പോൾ ഉത്തരം കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. ഇതുപോലെ കൂടുതൽ വീഡിയോസ് നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ ചാനലും പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്തോളൂ. ബെല്ലൈക്കണും എനേബിൾ ചെയ്യാൻ മറക്കരുത്. എങ്കിൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് കറക്റ്റായി നിങ്ങളിലേക്ക് എത്തുകയുള്ളൂ. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തെന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോയ്ക്കൊരു ലൈക്കും കൊടുക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.